ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്കായിട്ട് ഒരു പുതിയ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ ഫോർ അവർ ലിവിങ് പ്രോഡക്ട്സിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ടുള്ള ഫോർ അവർ ബി പോളൻ. ഇതൊരു ഹണി പ്രോഡക്റ്റാണ്, കൂടാതെ ന്യൂട്രീഷ്യൽ സപ്ലിമെൻറ്റ്സ് ആണ്. നമ്മുടെ ബോഡിക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്നൊരു പ്രോഡക്റ്റും കൂടിയാണ്. കൂടാതെ ഇപ്പോൾ ഈ പ്രോഡക്റ്റിനകത്താണെങ്കിലും അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതാണ് മെയിൻ ഹൈലൈറ്റ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന മുന്നേ ആയിട്ട് ഈ പ്രോഡക്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഇതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിലൂടെ നമ്മൾ ഊർജ്ജം എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റാമിന, സ്ട്രെങ്ത് ഒക്കെ ഉയർത്താൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. കൂടാതെ രോഗപ്രതിരോധ ശേഷി അത് മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്നു. കൂടാതെ ഒരുപാട് പോഷകങ്ങളാൽ സമ്പന്നമായിട്ടുള്ളൊരു പ്രോഡക്റ്റും കൂടിയാണ്. എന്ന് വെച്ചാൽ പ്രോട്ടീന്, ബി കോംപ്ലക്സ്, വിറ്റാമിനുകൾ, ധാതുക്കൾ, എൻസൈമുകൾ എന്നിവ ഒരുപാട് നമ്മളെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. പിന്നെ നമ്മളെ സ്കിന്നിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങുന്നതുകൊണ്ട് തന്നെ നല്ല തിളക്കമുള്ള ആരോഗ്യകരമായിട്ടുള്ള സ്കിന്ന് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിനാൽ ലഭ്യമാകുന്നു. പിന്നെ നമ്മുടെ ബോഡിക്ക് ഉള്ള അലർജികളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ മൂലം നമ്മളെ ഡൈജഷനൊക്കെ എളുപ്പമാക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. പിന്നെ നമ്മളെ തലച്ചോറിൻ്റെ പ്രവർത്തനവും സുഗമമാക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ്. നമ്മളെ ഓർമ്മശക്തി, മാനസിക വ്യക്തത എന്നിവയെല്ലാം വർദ്ധിപ്പിക്കുന്നു. കൂടാതെ നമ്മുടെ ബോഡിയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കാരണം എന്തെങ്കിലുമൊക്കെ വിഷവസ്തുക്കളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളും സുഗമമായി നടക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണിത്. ഇനി ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഈ പ്രോഡക്റ്റിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസുകളെ പറ്റിയാണ്. ഓക്കെ, ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീ പോളൻ ഉണ്ട്, പിന്നെ ഹണി, റോയൽ ജെല്ലി, കറോബ്, സെല്ലുലോസ്, സിലിക്കൺ ഡൈ ഓക്സൈഡ്, സ്റ്റെറിക് ആസിഡ്. അപ്പോൾ ഈ ഓരോ ഇൻഗ്രീഡിയൻസുകളെ പറ്റി ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ബീ പോളനാണ്. ഈ ബീ പോളൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേനീച്ച പൂക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പൂമ്പൊടി അതിൻ്റെ ആ ഒരു ഉരുളയാണ് ഈ ബീ പോളൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റുകൾ എന്താണെന്ന് വെച്ചാൽ ഈ ബീ പോളൻ നമ്മളെ ബോഡിക്ക് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസും ഈ ബീ പോളൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ച് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് മൂലമാണ് നമുക്ക് എനർജി വർദ്ധിപ്പിക്കുന്നത്. പിന്നെ പ്രതിരോധ ശക്തി, മാനസിക വളർച്ച, നമ്മളെ ബ്രെയിനിൻ്റെ ആണെങ്കിലും മാനസിക വളർച്ച, പിന്നെ ഹൃദയരോഗം മെച്ചപ്പെടുത്തുന്നു. നമ്മളെ ഈ രക്തയോട്ടമൊക്കെ ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മൂലം നമുക്ക് ഏജ്ഡ് ആവുന്നത്, നമുക്ക് പ്രായമാവുന്നതൊക്കെ കുറയ്ക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കുള്ള നമ്മളെ ബ്രെയിനിൻ്റെ മെമ്മറി ലോസൊക്കെ കുറയാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നു. പിന്നെ ഹോർമോൺ ബാലൻസ് ചെയ്യുന്നു. പിന്നെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ ഈ ഡൈജഷനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ്. എന്ന് വെച്ചാൽ ഈ കണ്ടൻറ്റ് ഈ ബീ പോളൻ കൊണ്ട് അതിന് സഹായിക്കുന്നു. നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഇഞ്ചുറീസ് കൊണ്ടുള്ള വേദനയും വീക്കും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മളെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്രയും ബെനിഫിറ്റുകളാണ് ഈ ഒരൊറ്റ ഇൻഗ്രീഡിയൻസിൽ നിന്ന് മാത്രം നമുക്കവിടെ കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ഹണിയാണ്. ഹണി ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നാച്ചുറൽ സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോയൽ ജെല്ലി. ഇതെന്ന് പറയുന്നത് തേനീച്ചകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്രവമാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളൊരു സ്രവം കൂടിയാണ് ഈ ഒരു റോയൽ ജെല്ലി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഒരുപാട് ബെനിഫിറ്റ് നമ്മളെ ബോഡിക്ക് തരുന്നതാണ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുമല്ലോ. എന്ന് വെച്ചാൽ നമ്മളെ ഇതും ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കൂടാതെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ, പിന്നെ ഹൃദയരോഗം, ഡൈജഷൻ, കൂടാതെ ഈ ഹോർമോൺ ബാലൻസിങ് ഒക്കെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണിത്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്ന കരോബ് എന്ന ട്രീയുടെ കായാണ്. ഓക്കെ, ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി ഒരുപാട് ഫൈബർ നമുക്കവിടെ കിട്ടും. കൂടാതെ കഫെയിൻ ഇല്ലാത്ത ചോക്ലേറ്റ് ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള സ്വീറ്റ്നെസ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും, പിന്നെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ ഇതിനകത്ത് നാച്ചുറൽ സ്വീറ്റ്നെസ് ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ ലെവലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു. പിന്നെ മധുരം ഉണ്ടായതുകൊണ്ട് തന്നെ നമ്മളെ പല്ലിന് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ള പേടിയും വേണ്ട. എന്ന് വെച്ചാൽ പല്ലിന് ഹാനികരമായിട്ടുള്ള ഷുഗറും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ ദന്തക്ഷയമൊന്നും ഉണ്ടാകുന്നതല്ല. കൂടാതെ ഇതിനകത്താണെങ്കിലും ബി വിറ്റാമിൻ അടങ്ങുന്നുണ്ട്, കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻസിൽ നിന്ന് മാത്രം നമുക്കവിടെ കിട്ടുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നാണ്. ഇതിലെ കാൽസ്യം നമ്മളെ എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. പിന്നെ മുടി, തൊലി, നഖങ്ങൾ, പിന്നെ ജോയിൻറ്റുകളുടെ ആരോഗ്യം വളർത്താനും സഹായിക്കുന്നു.
പിന്നെ നമ്മളെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും പിന്നെ തൊലിയുടെ നമ്മളെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടെ നമുക്ക് നോക്കാം. ഇനി സ്റ്റെയറിക് ആസിഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിനകത്താണെങ്കിലും നമ്മളെ സ്കിന്ന് മെയിനായിട്ട് ഈ ഒരു ആസിഡിൻ്റെ മെയിൻ ബെനിഫിറ്റ് നമ്മളെ സ്കിന്നിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും കൂടാതെ നമ്മളെ സോഫ്റ്റ്നെസ് ഒക്കെ നിലനിർത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കണ്ടൻറ്റും കൂടിയാണ് ഈ ഒരു സ്റ്റെയറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഗുണകരമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു ബി പോളൻ എന്ന് പറയുന്ന ഈ ഒരു എനർജി ബൂസ്റ്ററായിട്ട് വരുന്ന ഈ ഒരു പ്രോഡക്റ്റിനകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ യൂസേജസ് കൂടെ ഞാൻ പറയാം. ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു ബിഗിനർ എന്ന സ്റ്റേജിൽ നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു ടാബ്ലറ്റ് 4ആയിട്ട് എടുക്കുക. 4ആയിട്ട് എടുത്തിട്ട് ഓരോ ദിവസം ഓരോ ടാബ്ലറ്റ് വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൻ്റെ കാൽഭാഗം കാൽഭാഗം വെച്ച് ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഓരോ ദിവസങ്ങൾ വരുന്തോറും നമ്മൾ അതിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു ടാബ്ലറ്റ് ഡെയിലി 3 ടാബ്ലറ്റ് വെച്ച് നമുക്ക് കഴിക്കാം. രാവിലെ, ഉച്ചയ്ക്ക്, നൈറ്റ്. അതും ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. പിന്നെ നൈറ്റ് ആണെങ്കിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡൈജഷനൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് സ്ലോലി അവിടെ നടക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിലും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്ന ഡൗട്ടുള്ളവർ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ ലൈക്കും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.